ഇപ്പം എല്ലാവർക്കും ഹെൽത്തി സ്നാക്കിനോടാണല്ലേ താല്പര്യം. ഒന്നാമത് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ 2 അച്ച് ശർക്കര ഉണ്ടല്ലോ, 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 2 ബനാന കട്ട് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരുവിയത്, 1 ഏലക്ക ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, അതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടൊരു ബാറ്റർ ആക്കി എടുക്കുക കേട്ടോ. നല്ല തിക്ക് ബാറ്റർ ആവും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബനാന മിക്സും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്തി സ്നാക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ നേന്ത്രപ്പഴം, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ ശർക്കര, തേങ്ങ, നല്ല കോമ്പിനേഷനാണില്ലേ. മാത്രമല്ല ഹെൽത്തി കോമ്പിനേഷനുമാണ്. അപ്പോൾ 10 മിനിറ്റാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തിന്നാം. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടല്ലോ കൊടുക്കാൻ പറ്റിയ കിടില സ്നാക്കാണ്. പിന്നെ ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്കും ഉണ്ടാക്കി നോക്കാം. വല്ലപ്പോഴും കുറച്ച് ശർക്കര തിന്നു എഴുതിയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ. എന്താണെങ്കിലും എനിക്കത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ട്. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.